നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് GK ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു പ്രസ്താവന ചോദ്യമാണ്. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ശരിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. ഈ 3 ഓപ്ഷനുകളാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മുടെ ചാനലിൽ ഉടൻ വരുന്നതായിരിക്കും. അതിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് വരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്കിത് നോക്കാം. കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. അപ്പോൾ താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. 1932 ഒക്ടോബർ 2 സത്യാഗ്രഹം അവസാനിച്ചു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. ചേരുംപടി ചേർക്കുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ 2ാം വട്ടമേശ സമ്മേളനം 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചതെന്നായിരുന്നു 1939. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതെന്നാണ് 1922. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. 1928 ബർദോളി സത്യാഗ്രഹം നടന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. ചേരുംപടി ചേർക്കുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൽ ക്വസ്റ്റ്യൻ ഇതാണ്. 2ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931. 1931 2ാം വട്ടമേശ സമ്മേളനം നടന്നത്. 1ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1930. 1930. അപ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാക്കന്മാരാരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവും. 2ാം വട്ടമേശ സമ്മേളനം 1931. 2ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1931. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചതെന്നാണ് 1939. 1939 പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതെന്നാണ് 1932. എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്? 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. എന്തുകൊണ്ടാണ്? 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. 1928 ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ ചേർക്കുന്നു. ചേരുംപടി ചേർക്കുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. 2ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931. വട്ടമേശ സമ്മേളനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊള്ളുക. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത്. 1930, 1931, 1932. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത നേതാക്കൾ BR അംബേദ്കർ, തേജ് ബഹാദൂർ സപ്രു. മഹാത്മാഗാന്ധി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? 1931 2ാം വട്ടമേശ സമ്മേളനം. പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചതെന്നാണ് 1939. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതെന്നാണ് 1922. നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? ചൗരി ചൗര സംഭവം. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. ബർദോളി സത്യാഗ്രഹം നയിച്ചതാരാണ്?
സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹം നയിച്ചത്. 1928 ബർദോളി സത്യാഗ്രഹ നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹ നേതാവ്. ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ കാലഗണനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഘടനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്, അതായത് നടന്ന വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം 1911 ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം നടന്നത്. ലോങ് മാർച്ച് നടന്നതെന്നാണ്? 1934 മുതൽ 1935 വരെ ലോങ് മാർച്ച്. ചൈനയിലെ ലോങ് മാർച്ച് നടന്നതെന്നാണ്? 1934 മുതൽ 1935 വരെയാണ് ലോങ് മാർച്ച് നടന്നത്. ജപ്പാന്റെ ചൈന ആക്രമണം എന്നായിരുന്നു? 1945. ജപ്പാന്റെ ചൈന ആക്രമണം എന്നായിരുന്നു? 1945. മഹത്തായ സാംസ്കാരിക വിപ്ലവം നടന്ന വർഷം 1966. അപ്പോൾ കാലഗണനാക്രമത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ ആദ്യം നടന്നത് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവമാണ്. അപ്പോൾ ആദ്യം നടന്നത് ഏതാണ്? ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം. 1911 ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം നടന്നത്. ലോങ് മാർച്ച് ചൈനയിലെ ലോങ് മാർച്ച് നടന്നതെന്നാണ്? 1934 മുതൽ 1935 വരെയാണ് ലോങ് മാർച്ച് നടന്നത്. ലോങ് മാർച്ച് നടത്തിയത് ആരാണ്? മാവോ സേതുങ് ആണ് ലോങ് മാർച്ചിൻ്റെ നേതാവ്. അപ്പോൾ ലോങ് മാർച്ച് നടന്നതെന്നാണ്? 1934 മുതൽ 35 വരെയാണ്. ആരാണ് ലോങ് മാർച്ച് നയിച്ചത്? മാവോ സേതുങ് ആണ് ലോങ് മാർച്ച് നയിച്ചത്. അപ്പോൾ അടുത്തത് ജപ്പാന്റെ ചൈന ആക്രമണം. ജപ്പാൻ എന്നാണ് ചൈനയെ ആക്രമിച്ചത്? 1945 ജപ്പാൻ ചൈനയെ ആക്രമിച്ചത്. മഹത്തായ സാംസ്കാരിക വിപ്ലവം നടന്നത് 1966. എവിടെയാണ് മഹത്തായ വിപ്ലവം നടന്നത്? ചൈനയിലാണ് 1966 മഹത്തായ സാംസ്കാരിക വിപ്ലവം നടന്നത്. ആരാണ് മഹത്തായ സാംസ്കാരിക വിപ്ലവം നയിച്ചത്? അതും മാവോ സേതുങ് തന്നെയാണ്. 1966 മഹത്തായ സാംസ്കാരിക വിപ്ലവവും ചൈനയിൽ നയിച്ചത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഈ സംഭവങ്ങളെല്ലാം ചൈനയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഘടനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം 1911. ആരാണ് റിപ്പബ്ലിക്കൻ വിപ്ലവം നയിച്ചത്? സൺ യാറ്റ്സൺ ആണ് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം നയിച്ചത്. 1911 ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം നയിച്ചത് ആരാണ്? സൺ യാറ്റ്സൺ ആണ്. 1911 ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം നയിച്ചത്. ലോങ് മാർച്ച് നയിച്ചത് ആരാണ്? മാവോ സേതുങ്. 1934 മുതൽ 1935 വരെ. ജപ്പാന്റെ ചൈന ആക്രമണം 1945. മഹത്തായ സാംസ്കാരിക വിപ്ലവം നയിച്ചത് ആരാണ്? മാവോ സേതുങ്. എന്നു മുതലാണ്? 1966 മുതൽ. 1966 മഹത്തായ സാംസ്കാരിക വിപ്ലവം ആരംഭിച്ചത്. എന്നാണ്? 1966 മാവോ സേതുങ് ആണ് മഹത്തായ സാംസ്കാരിക വിപ്ലവം നയിച്ചത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൺപൂരിൽ ആരാണ് വിപ്ലവം നയിച്ചത്? നാനാ സാഹിബ്. ആരായിൽ? കൻവർ സിംഗ്. ഡൽഹിയിൽ ബഹദൂർ ഷാ. ബറൌട്ടിൽ ഷാമാൽ. അപ്പോൾ
കാൺപൂരിൽ നാനാ സാഹിബും ആരായിൽ കൻവർ സിംഗും ഡൽഹിയിൽ ബഹദൂർ ഷായും ബറൗട്ടിൽ ഷാമാലുമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മളുടെ ചാനലിൽ ഉടനെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ചോദ്യം. അവർ തന്നിരുന്നത് കാൺപൂർ നാനാ സാഹിബ് എന്നും ആരാ കൻവർ സിംഗ് എന്നുമായിരുന്നു. ഡൽഹി ബഹദൂർ ഷായും തന്നിരുന്നു. ബറൗട്ടിൽ ആരായിരുന്നു എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ബറൗട്ടിൽ ഷാമാൽ ആയിരുന്നു. ഷാമാലാണ് ബറൗട്ടിൽ വിപ്ലവം നയിച്ചത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. കാൺപൂരിൽ നാനാ സാഹിബ്, ആരായിൽ കൻവർ സിംഗ്, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ബറൗട്ടിൽ ഷാമാൽ എന്നിവരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ വിവിധയിടങ്ങളിൽ ജനങ്ങളെ, വിപ്ലവകാരികളെ നയിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദ്യം. 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ഇത് തെറ്റാണ്. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എന്നാണ്. 1948 ഡിസംബർ 10 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ഉത്തരം ശരിയാണ്. അപ്പോൾ ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ലോക വ്യാപാര സംഘടന എന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്? 1995 ജനുവരി 1 1995 ജനുവരി 1 ലോക വ്യാപാര സംഘടന പ്രവർത്തനം ആരംഭിച്ചത്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണെന്നാണ് ഇവിടെ ഉത്തരം തന്നിരിക്കുന്നത്. അത് റോങ് ആണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം. അപ്പോൾ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. കാൺപൂരിൽ നാനാ സാഹിബ്, ആരായിൽ കൻവർ സിംഗ്, ഡൽഹിയിൽ ബഹദൂർ ഷാ, ബറൗട്ടിൽ ഷാമാൽ എന്നിവരായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളെ അല്ലെങ്കിൽ വിപ്ലവകാരികളെ നയിച്ചത്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 2 പ്രസ്താവനകൾ തെറ്റായിരുന്നു, 1ഉം 3ഉം. അത് ഒന്നാമത്തേത് 1946 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി എന്നുള്ളതായിരുന്നു. അത് തെറ്റാണ്. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ഉത്തരം ശരിയാണ്. ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ലോക വ്യാപാര സംഘടന പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 1995 ജനുവരി 1 ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണെന്നാണ് ഉത്തരം തന്നിരുന്നത്. തെറ്റാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. അപ്പോൾ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം. അടുത്ത ചോദ്യം. കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തിമണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞിട്ടാണ്? ബസാൾട്ട് പൊടിഞ്ഞാണ് കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തിമണ്ണ് ഉണ്ടാകുന്നത്. ഈ കേരളത്തിൽ കറുത്ത പരുത്തിമണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേരളത്തിൽ കറുത്ത പരുത്തിമണ്ണ് കാണപ്പെടുന്ന പ്രദേശം. അപ്പോൾ കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത
പരുത്തിമണ്ണ്. കറുത്ത പരുത്തിമണ്ണാണ് കരിമ്പ് കൃഷിക്കും പരുത്തി കൃഷിക്കും അനുയോജ്യമായ മണ്ണ്. ഈ കരിമ്പ് കൃഷിക്കും പരുത്തി കൃഷിക്കും അനുയോജ്യമായ കറുത്ത മണ്ണ് എന്ത് പൊടിഞ്ഞാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏത് പാറ പൊടിഞ്ഞാണ് ഉണ്ടാകുന്നത്? ബസാൾട്ട്. ബസാൾട്ട്. ബസാൾട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബസാൾട്ട് ഉണ്ടാകുന്നത് മാഗ്മയിൽ നിന്നാണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലെ മാഗ്മയിൽ നിന്നാണ് ബസാൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ കരിമ്പ് കൃഷി പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തിമണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ബസാൾട്ട്. ബസാൾട്ട്. ബസാൾട്ട് പൊടിഞ്ഞാണ് കറുത്ത പരുത്തിമണ്ണ് ഉണ്ടാകുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ ഇവയെല്ലാം ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ്. ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ തന്നിരുന്നത് വേറെ പലതുമായിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഞാനിതിലേക്ക് ഈ ക്ലോറോ ഫ്ലൂറോ കാർബണും നൈട്രസ് ഓക്സൈഡും മീഥേനും ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇവയെല്ലാം ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങൾ തന്നെയാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങൾ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ. അപ്പോൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ എന്നിവ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളാണ്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സത്ലജ്. സത്ലജ് നദിയിലാണ് ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? സത്ലജ്. സത്ലജ് നദിയിലാണ് ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? സത്ലജ്. സത്ലജ്. സത്ലജ് നദിയിലാണ് ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഇന്ദിരാഗാന്ധി കനാൽ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പരമ്പരാഗത നെല്ലിനങ്ങൾ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? സത്യനാരായണ ബളേരി. സത്യനാരായണ ബളേരി എന്ന വ്യക്തിയാണ് പരമ്പരാഗത നെല്ലിനങ്ങൾ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ. ആരാണ്? സത്യനാരായണ ബളേരി. സത്യനാരായണ ബളേരി. സത്യനാരായണ ബളേരിയാണ് പരമ്പരാഗത നെല്ലിനങ്ങൾ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ. സത്യനാരായണ ബളേരി. സത്യനാരായണ ബളേരി. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. പരമ്പരാഗത നെല്ലിനങ്ങൾ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാണ് സത്യനാരായണ ബളേരി. സത്യനാരായണ ബളേരി. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. കരിമ്പ് കൃഷി പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞിട്ടാണ്? ബസാൾട്ട്. ബസാൾട്ട്. ബസാൾട്ട് എന്ന പാറ പൊടിഞ്ഞാണ് പരുത്തി കൃഷി കരിമ്പ് കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത്. കേരളത്തിൽ കറുത്ത പരുത്തി മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂര്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് കേരളത്തിൽ കറുത്ത പരുത്തി മണ്ണ് കാണുന്നത്. ഞാനിത് ഊന്നി പറയാൻ കാരണം PSC പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ കറുത്ത മണ്ണ് അല്ലെങ്കിൽ കറുത്ത പരുത്തി മണ്ണ് കാണുന്ന പ്രദേശം ഏതെന്ന് PSC പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏതെന്നാണ് അടുത്ത ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ ഇവ നാലും ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ. കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ ഇവ നാലും ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങൾ തന്നെയാണ്. ഉത്തര രാജസ്ഥാന് ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സത്ലജ് നദി. സത്ലജ് നദിയിലാണ് ഉത്തര രാജസ്ഥാന് ജലസേചനത്തിനു വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ നിർമ്മിച്ചിരിക്കുന്നത്. പരമ്പരാഗത നെല്ലിനങ്ങൾ സംരക്ഷിച്ചതിലൂടെ
പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാണ് സത്യനാരായണ ബളേരി. സത്യനാരായണ ബളേരിയാണ് പരമ്പരാഗത നെല്ലിനങ്ങൾ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ. ആരാണ്? സത്യനാരായണ ബളേരി. സത്യനാരായണ ബളേരിയാണ് പരമ്പരാഗത നെല്ലിനങ്ങൾ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ. സത്യനാരായണ ബളേരി. സത്യനാരായണ ബളേരി. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? കൊടൈക്കനാൽ. കൊടൈക്കനാൽ. കൊടൈക്കനാലാണ് പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ. അപ്പോൾ പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? കൊടൈക്കനാൽ. കൊടൈക്കനാൽ. ഈ കൊടൈക്കനാലിലാണ് ഗുണ കേവ് സ്ഥിതി ചെയ്യുന്നത്. ഗുണ കേവ് ഇപ്പോൾ പ്രശസ്തമാണ്, ഒരുപക്ഷെ PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? കൊടൈക്കനാൽ. കൊടൈക്കനാലാണ് പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ. ഈ കൊടൈക്കനാലിലാണ് ഗുണ കേവ് സ്ഥിതി ചെയ്യുന്നത്. ഗുണ കേവും പില്ലർ റോക്കും സ്ഥിതി ചെയ്യുന്നത് കൊടൈക്കനാലിൽ തന്നെയാണ്. അപ്പോൾ പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനാണ് കൊടൈക്കനാൽ. ഈ കൊടൈക്കനാലിലാണ് ഗുണ കേവ് ഉള്ളത്. ഗുണ കേവും പില്ലർ റോക്കും സ്ഥിതി ചെയ്യുന്നത് കൊടൈക്കനാലിലാണ്. കൊടൈക്കനാൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പളനി മലകളിലാണ് കൊടൈക്കനാൽ എന്ന ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലക്ഷദ്വീപ്. അപ്പോൾ ഏറ്റവും വലുത് ഏതായിരിക്കും? ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി. ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി ജമ്മു ആൻഡ് കാശ്മീരാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതെന്നാണ് പറഞ്ഞത്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി. ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് പലതവണ പറഞ്ഞു പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണയശേഖരം വർദ്ധിച്ചു, കൃഷിയിൽ പുരോഗതി ഉണ്ടായി, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ഇതിൽ 1, 2, 4 ശരിയാണ്. മൂന്നാമത്തെ, അതായത് കൃഷി പുരോഗതി ഉണ്ടായി എന്നുള്ളത് തെറ്റാണ്. കൃഷിയിൽ പുരോഗതി ഉണ്ടായില്ല. അപ്പോൾ GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണയശേഖരം വർദ്ധിച്ചു, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ഇത് മൂന്നുമാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരി. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു. PV നരസിംഹറാവു ആണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ധനകാര്യമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ധനകാര്യമന്ത്രി. കേന്ദ്ര ധനകാര്യമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. പ്രധാനമന്ത്രി ആരായിരുന്നു? അതെ, PV നരസിംഹറാവു. PV നരസിംഹറാവു ആണ് ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. അപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണ്യ ശേഖരം വർദ്ധിച്ചു, കൃഷിയിൽ പുരോഗതിയുണ്ടായി. ആ പോയിന്റ് തെറ്റാണ്. വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ഇത് മൂന്നുമാണ് ശരി. ഏതൊക്കെയാണ് ശരികൾ? ശരികൾ ഏതൊക്കെയാണ്? GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണ്യശേഖരം വർദ്ധിച്ചു, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ഇത് മൂന്നുമായിരുന്നു ശരിയ്. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ്. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. ജനീവ സ്വിറ്റ്സർലൻഡിലാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം. ലോക ബാങ്ക്,
വാഷിങ്ടൺ DC. ലോകബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിങ്ടൺ DC. വാഷിങ്ടൺ DC എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അന്താരാഷ്ട്ര നാണ്യനിധി വാഷിങ്ടൺ. അന്താരാഷ്ട്ര നാണ്യനിധിയുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? വാഷിങ്ടൺ DC-യിലാണ്. ഏഷ്യൻ വികസന ബാങ്ക് മനിലയിലാണ് ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡാണ്. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ DC-യാണ്. അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ആസ്ഥാനവും വാഷിങ്ടൺ DC-യാണ്. ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയാണ്. മനില ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമാണ്. മനില ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമാണ് മനില. അപ്പോൾ താഴെ പറയുന്നവയിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മളിവിടെ യോജിച്ചത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലാൻഡ്. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ DC, അമേരിക്കയിലുള്ള വാഷിങ്ടൺ DC-യാണ് ലോക ബാങ്കിൻ്റെ ആസ്ഥാനം. അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ആസ്ഥാനം വാഷിങ്ടൺ ആണ്. അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ആസ്ഥാനവും വാഷിങ്ടൺ ആണ്. ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയാണ്. മനില ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമാണ്. ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനം ഏതാണ്? മനിലയാണ് ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനം. അവിടെയാണ് ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്, മനിലയിൽ. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. പളനിമലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? കൊടൈക്കനാലാണ്. ഇന്ത്യയിൽ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലക്ഷദ്വീപാണ്. ഏറ്റവും വലുത് ജമ്മു ആൻഡ് കാശ്മീരാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത് എന്നുള്ളതാണ് ചോദ്യം. GDP നിരക്ക് വർദ്ധിച്ചു, ശരിയാണ്. വിദേശ നാണ്യശേഖരം വർദ്ധിച്ചു, ശരിയാണ്. കൃഷിയിൽ പുരോഗതിയുണ്ടായി, തെറ്റ്. വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ഇതിൽ 1, 2, 4 ശരി. GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണ്യശേഖരം വർദ്ധിച്ചു, ഇന്ത്യയിൽ വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലാൻഡാണ്. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ DC-യാണ്. അന്താരാഷ്ട്ര നാണ്യനിധിയുടെ ആസ്ഥാനം വാഷിങ്ടൺ DC-യാണ്. ഏഷ്യൻ വികസന ബാങ്കിൻ്റെ ആസ്ഥാനം ബെയ്ജിംഗ് അല്ല, മനിലയാണ്. മനില ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമാണ്. ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനം ഏതാണ്? മനില. തലസ്ഥാനങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചോണം. PSC പലതവണ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് PSC ചോദിക്കുന്നതാണ് തലസ്ഥാനങ്ങൾ. നമുക്ക് തലസ്ഥാനങ്ങൾ എന്നുള്ള ഒരു ക്ലാസ് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെയും എപ്പോഴത്തെയും ചെയർമാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കും. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് അദ്ദേഹമാണ് ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ ചെയർമാൻ. അപ്പോൾ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദി. എന്തുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർമാനായിരിക്കുന്നത്? അതെ, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കും നീതി ആയോഗിൻ്റെ ചെയർമാൻ. എപ്പോഴും നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരായിരിക്കും? പ്രധാനമന്ത്രിയായിരിക്കും. അതുകൊണ്ട് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ശ്രീ നരേന്ദ്രമോദി. അപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. അപ്പോൾ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആരാണ്? ശ്രീ BVR സുബ്രഹ്മണ്യം. ശ്രീ BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO. ആരാണ്? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ CEO ആരാണെന്നുള്ളത്. അപ്പോൾ നിലവിലെ നീതി ആയോഗിൻ്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. ശ്രീ BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആരാണ്? ശ്രീ BVR സുബ്രഹ്മണ്യം. അപ്പോൾ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ശ്രീ നരേന്ദ്രമോദി. ശ്രീ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ആരാണ്? നരേന്ദ്രമോദി. അപ്പോൾ നിലവിലെ CEO ആരാണ് നീതി ആയോഗിൻ്റെ? ശ്രീ VBR സുബ്രഹ്മണ്യം.
ശ്രീ VBR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ നിലവിലെ CEO. അപ്പോൾ ആരാണ്? ശ്രീ VBR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ നിലവിലെ CEO. അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO ആരാണ്? സിന്ധുശ്രീ ഖുള്ളാർ ആയിരുന്നു നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO. നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO ആരായിരുന്നു? സിന്ധുശ്രീ ഖുള്ളാർ ആയിരുന്നു നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അത് നരേന്ദ്രമോദി ആയിരുന്നു നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാൻ. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹമായിരുന്നു നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാനും ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. ആദ്യത്തെ CEO സിന്ധുശ്രീ ഖുള്ളാറാണ്. ഇപ്പോഴത്തെ CEO ശ്രീ VBR സുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ CEO. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയേത് എന്നുള്ളതാണ് ചോദ്യം. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിൽ ഉള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. ഈ പോയിന്റുകളെല്ലാം ശരി തന്നെയാണ്. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. അപ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടാനുണ്ടായ കാരണം എന്താണ്? ഹരിത വിപ്ലവമാണ് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടുവാനുണ്ടായ കാരണം. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇദ്ദേഹം കഴിഞ്ഞ വർഷം അന്തരിച്ചിരുന്നു. അതുകൊണ്ട് ഈ പോയിന്റുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഹരിത വിപ്ലവം മൂലം ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്ന് അറിയപ്പെട്ടു. അതെന്തായിരിക്കും കാരണം? അതെ, ഹരിത വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ഗോതമ്പ് ആണ്. അപ്പോൾ ഹരിത വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യം ഏതാണ്? ഗോതമ്പാണ്. അപ്പോൾ ഈ പ്രസ്താവനകൾ എല്ലാം തന്നെ ശരിയാണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. പീച്ചി എവിടെയാണ്? തൃശ്ശൂർ. അപ്പോൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. PSC പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് അവിടെ പീച്ചിയിലാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1950-ലാണ്. 1950-ലാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1950-ലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ശരിയാണ്. സമിതിയിലെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ്. തെറ്റ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. ശരി. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിൽ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം നടന്നതെന്നാണ്? 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9
ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം നടന്നത്? ഈ ഭരണഘടനാ നിർമ്മാണ സമിതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. വിശദമായിട്ട് പഠിക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം നടന്നതെന്നാണ് 1946 ഡിസംബർ 9. സമിതിയിലെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ് എന്നുള്ളത് തെറ്റാണ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. അപ്പോൾ അതും ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ്റെ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ് നടന്നത്. അടുത്തത്, കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷനാണ് കേരള സംസ്ഥാന ലോകായുക്ത. അപ്പോൾ കേരള സംസ്ഥാന ലോകായുക്ത എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷനാണ് കേരള സംസ്ഥാന ലോകായുക്ത. കേരള സംസ്ഥാന ലോകായുക്ത. അപ്പോൾ ഇന്ത്യയിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതാണ്? അതാണ് ലോക്പാൽ. ലോക്പാൽ, ഇന്ത്യയുടെ ലോക്പാൽ, കേരളത്തിൻ്റെ ലോകായുക്ത. ഈ ലോക്പാലും ലോകായുക്തയും ഇമ്പോർട്ടൻ്റ് ആണ്, PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഭരണകൂട അഴിമതികൾ അന്വേഷിക്കുന്നതിനും അത് പരിഹരിക്കുന്നതിനുമായി നിലവിൽ നിന്ന കമ്മീഷൻ ഏതാണ്? കേരള സംസ്ഥാന ലോകായുക്ത. കേരള സംസ്ഥാന ലോകായുക്തയാണ് കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ കേരള സംസ്ഥാന ലോകായുക്ത. അപ്പോൾ ഇന്ത്യയിലാണെങ്കിലോ ലോക്പാല്. ലോക്പാലാണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും അത് പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷനാണ് ലോക്പാല്. ലോക്പാല്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരി മാത്രമേ ഇവിടെ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചായിരുന്നു. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷനാണ് കേരള സംസ്ഥാന ലോകായുക്ത. ഇന്ത്യയിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും അവ പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷനാണ് ലോക്പാല്. ലോക്പാല്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമാക്കി. ഇവയെല്ലാം തന്നെ ശരിയാണ്. അപ്പോൾ 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു? ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. അപ്പോൾ ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73ാം ഭരണഘടനാ ഭേദഗതി. ഏത് വർഷമാണ് 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്? 1993. ഇത് പാസാക്കിയ വർഷം എന്നാണ്? 1992. 73ാം ഭരണഘടനാ ഭേദഗതി 1992 പാസാക്കി 1993 നിലവിൽ വന്നു. ഇതിലൂടെ എന്തൊക്കെയാണ് നിലവിൽ വന്നത്? ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റി. അപ്പോൾ 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്നാണ് നിലവിൽ വന്നത്? 1993. 1992 പാസ് ചെയ്ത ഭരണഘടന 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1993 നിലവിൽ വന്ന 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റി. തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതെന്നുള്ളതാണ്. വനം, തൊഴിലാളി സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം. ഇതിൽ ഉൾപ്പെടാത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ്?
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതെന്നുള്ളതാണ്. വനം, തൊഴിലാളി സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസം. ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്. അത് യൂണിയൻ ലിസ്റ്റിലാണ്, കൺകറന്റ് ലിസ്റ്റിലല്ല. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ ഏതാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ? വനം, തൊഴിലാളി സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? അറ്റോർണി ജനറൽ. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? അറ്റോർണി ജനറലാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ. അപ്പോൾ ആരാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ? അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലാണ് കേരള ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏതാണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ അറ്റോർണി ജനറലും കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലാണ് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മുഖ്യ നിയമോപദേശകൻ. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആരാണെന്നാണ് പറഞ്ഞത്? അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ. നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമാക്കി. ഇവയെല്ലാം 1992 പാസാക്കി 1993 നിലവിൽ വന്ന 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ഉൾപ്പെടാത്ത വിഷയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറലാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ. അപ്പോൾ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറൽ. അടുത്തത്, മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണ്? ഡിസ്ട്രോഫിൻ. ഡിസ്ട്രോഫിൻ. ഡിസ്ട്രോഫിനാണ് മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീന്. അപ്പോൾ മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണ്? ഡിസ്ട്രോഫിൻ. ഡിസ്ട്രോഫിൻ. ഡിസ്ട്രോഫിനാണ് മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീന്. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ അഭാവമാണ് പിള്ളവാതത്തിന് അല്ലെങ്കിൽ പോളിയോയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമണല്ല ടൈഫി. സാൽമണല്ല ടൈഫി എന്തിൻ്റെ രോഗകാരിയാണ്? ടൈഫോയിഡ്. ടൈഫോയിഡിൻ്റെ രോഗകാരിയാണ് സാൽമണല്ല ടൈഫി. അപ്പോൾ വൈഡൽ ടെസ്റ്റ് എന്തിൻ്റെ പരിശോധനയ്ക്കുള്ളതാണ്? ടൈഫോയിഡ്. നമ്മൾ രോഗങ്ങളും ടെസ്റ്റുകളും എന്നുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവർ പോയി കാണുക. അപ്പോൾ വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമൊണല്ല ടൈഫി. സാൽമൊണല്ല ടൈഫി. സാൽമൊണല്ല ടൈഫി ഏത് രോഗത്തിൻ്റെ രോഗകാരിയാണ്? ടൈഫോയിഡ്. ടൈഫോയിഡ്. അപ്പോൾ വൈഡൽ പരിശോധന ഏത് രോഗത്തിൻ്റെ ടെസ്റ്റാണ്? ടൈഫോയിഡ് അല്ലെങ്കിൽ സാൽമൊണല്ല ടൈഫി എന്ന രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ്. ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ എന്നുള്ളതാണ്. കാർബൺ ഡൈ ഓക്സൈഡ്,
ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ തുടങ്ങിയവയാണ് ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾ. അപ്പോൾ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, അല്ലെങ്കിൽ ഷോർട്ട് ഫോം CFC, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ ഇവയെല്ലാം ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ ഏതാണ്? ഡിസ്ട്രോഫിനാണ് മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീന്. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്? വൈറ്റമിൻ ഡിയുടെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നത്. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമൊണല്ല ടൈഫി. ഏത് രോഗത്തിൻ്റെ രോഗകാരിയാണ്? ടൈഫോയിഡ് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, തിരഞ്ഞെടുത്ത വളരെ പ്രധാനപ്പെട്ട GK എന്ന സെഗ്മെൻറ്റിലെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണും വരേക്കും ഗുഡ് ബൈ.